നാടുകാണി ചുരം മാലിന്യച്ചുരമാവുന്ന കാഴ്ചകൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. സിംഹവാലൻ കുരങ്ങ് എന്ന് പറയുന്നത് 4000 എണ്ണത്തോളൊക്കെയാണ് ലോകത്ത് മൊത്തമായിട്ടുള്ളത്. അതിലൊരു കൂട്ടം എന്ത് ചെയ്യുന്നുണ്ട്, നാടുകാണി ചുരത്തിലുണ്ട്. സാധാരണ സിംഹവാലൻ കുരങ്ങുകൾ കനോപ്പിയിൽ മാത്രം ജീവിക്കുന്നതാണ്. കാടിൻ്റെ ഏറ്റവും മുകൾ തട്ടിൽ ശോലാവനങ്ങളുള്ള ഈ ജീവികളെ നമ്മൾ ഈ നിലത്താണ് കാണുന്നത്. അതും ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ആയിട്ടാണ്. മുള്ളമ്പന്നിയൊക്കെ പ്ലാസ്റ്റിക് കഴിക്കുന്ന കാഴ്ചയുണ്ട്. കുരങ്ങുകൾ ധാരാളമായിട്ട് കഴിക്കുന്ന കാഴ്ച കണ്ടിട്ട്. നാടുകാണി ചുരം ഉള്ളത് 15 കിലോമീറ്ററാണ്. അതിൽ 10 കിലോമീറ്റർ കേരളത്തിലാണ് വരുന്നത്. അപ്പോൾ കേരളത്തിന്റെ പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്. പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. ആ ക്ലീൻ ചെയ്തതിൽ നമുക്ക് 1250 കിലോഗ്രാം മാലിന്യമാണ് കളക്ട് ചെയ്തത് ഈ 2 മണിക്കൂർ കൊണ്ടാട്ടോ. അതിൽ 800 കിലോഗ്രാമും ഡയപ്പേഴ്സ് മാത്രമായിരുന്നു. 800 കിലോഗ്രാം ഡയപ്പർ മാത്രമായിരുന്നു. ഇവിടെ ധാരാളം അരുവികളുണ്ട്. ചാലിയാറിലേക്ക് പോകുന്ന, ചാലിയാർ കൈവരിയിലേക്ക് പോകുന്ന വെള്ളക്കെട്ടുകളൊക്കെ വരുന്നത് ഈ നാടുകാണി ചുരത്തിന്റെ വലിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നാണ്. ഇവിടുന്ന് ഓരോ അരുവികളിൽ നിന്നും നമ്മൾ വെള്ളം ശേഖരിച്ചു. ഗവൺമെന്റ് ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ഈ വെള്ളത്തിലൊക്കെ അധികമായിട്ട് ഈക്കോളി ബാക്ടീരിയയും അതുപോലെ തന്നെ കോളിഫോം ബാക്ടീരിയ ഉണ്ട്. ഈക്കോളി ബാക്ടീരിയയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കക്കൂസ് മാലിന്യല്ലേ, നമ്മളെ കക്കൂസിന്റെ കുഴിയില്ലേ, അതിൽ കാണുന്ന ബാക്ടീരിയ ആണ്. ഈ വെള്ളമാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രദേശത്തിൽ എല്ലാവരും കുടിക്കുന്നത്. ഈ മാലിന്യം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 800 കിലോഗ്രാം ഒരു ദിവസം ഞങ്ങൾ കളക്ട് ചെയ്തു 2 മണിക്കൂർ കൊണ്ട്. എത്ര കിലോ കണക്കിന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്തതും ഇപ്പോഴും അവിടെ വലിച്ചെറിഞ്ഞതൊക്കെ ആയിട്ടുള്ളത് ഉണ്ടാവും.